സ്റ്റുഡൻസ് നമ്മളിന്ന് 8051 മൈക്രോ കൺട്രോളറിൻ്റെ മെമ്മറി ഓർഗനൈസേഷനാണ് പറയുന്നത്. 8051 ഒരു ഹാർവാർഡ് ആർക്കിടെക്ചറിലുള്ള മൈക്രോ കൺട്രോളറാണ്. ഹാർവാർഡ് ആർക്കിടെക്ചർ എന്ന് വെച്ചാൽ അതിൻ്റെ പ്രോഗ്രാം മെമ്മറിയും ഡേറ്റ മെമ്മറിയും സെപ്പറേറ്റ് ആയിരിക്കും. പ്രോഗ്രാം മെമ്മറി എന്ന് പറയുന്നത് പ്രോഗ്രാം അല്ലെങ്കിൽ കോഡ് സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ്. അത് റോം ആയിരിക്കും. ഡേറ്റ മെമ്മറി എന്ന് പറയുന്നത് ഡേറ്റ അല്ലെങ്കിൽ ഓക്സിലറി വേരിയബിൾസ് സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ്. അത് റാമാണ്. ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഒരു കൺട്രോളറിലുള്ളതെങ്കിൽ അല്ലെങ്കിൽ പ്രോസസ്സറിലുള്ളതെങ്കിൽ ആ ആർക്കിടെക്ചറിനെയാണ് നമ്മൾ ഹാർവാർഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ആ ആർക്കിടെക്ചറിൽ പ്രോഗ്രാം മെമ്മറിക്കും ഡേറ്റ മെമ്മറിക്കും സെപ്പറേറ്റ് ബസ്സസും ഉണ്ടായിരിക്കും. ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനും കൺട്രോൾ സിഗ്നൽസ് ട്രാൻസ്ഫർ ചെയ്യാനും സെപ്പറേറ്റ് ബസ്സസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഹാർവാർഡ് ആർക്കിടെക്ചർ എന്ന് വെച്ചാൽ പ്രോഗ്രാം മെമ്മറിയും ഡേറ്റ മെമ്മറിയും സെപ്പറേറ്റ് ആയിരിക്കും. ഇപ്പോൾ പ്രോഗ്രാം മെമ്മറി പ്രോഗ്രാം അല്ലെങ്കിൽ കോഡ് സ്റ്റോർ ചെയ്യാനും ഡേറ്റ മെമ്മറി ഡേറ്റ അല്ലെങ്കിൽ ഓക്സിലറി വേരിയബിൾസ് സ്റ്റോർ ചെയ്യാനുമാണ്. പ്രോഗ്രാം മെമ്മറി എന്ന് പറയുന്നത് റോമും ഡേറ്റ മെമ്മറി എന്ന് പറയുന്നത് റാമും ആയിരിക്കും. അപ്പോൾ 8051 കേസിൽ പ്രോഗ്രാം മെമ്മറിയും ഡേറ്റ മെമ്മറിയും ഇൻറ്റേർണലായിട്ടും ഉണ്ട്, എക്സ്റ്റേണലായിട്ടും ഉണ്ട്. എക്സ്റ്റേണലായിട്ട് 64 കിലോബൈറ്റ് പ്രോഗ്രാം മെമ്മറിയും 64 കിലോബൈറ്റ് ഡേറ്റ മെമ്മറിയും 8051 അവൈലബിൾ ആണ്. ഓക്കെ, ഇൻറ്റേർണലായിട്ട് ഓൺ ചിപ്പ് റാമും ഓൺ ചിപ്പ് റോമും ഉണ്ട്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ റാമിൻ്റെ ഒരു പാർട്ടാണ് 8051 സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാക്ക് ഇസ് എ പോർഷൻ ഓഫ് ഇൻറ്റേർണൽ റാം ഇൻ 8051. അപ്പോൾ 8051 ഒരു ഹാർവാർഡ് ആർക്കിടെക്ചറാണ്. സെപ്പറേറ്റ് പ്രോഗ്രാം മെമ്മറിയും സെപ്പറേറ്റ് ഡേറ്റ മെമ്മറിയുമാണ്. പ്രോഗ്രാം മെമ്മറി പ്രോഗ്രാം കോഡ് സ്റ്റോർ ചെയ്യാനും ഡേറ്റ മെമ്മറി ഡേറ്റ അല്ലെങ്കിൽ ഓക്സിലറി വേരിയബിൾസ് സ്റ്റോർ ചെയ്യാനുമാണ്. പ്രോഗ്രാം മെമ്മറി റോമും ഡേറ്റ മെമ്മറി റാമുമാണ്. ഇൻറ്റേർണലായിട്ടുള്ള റാമും എക്സ്റ്റേണൽ റാമും ഉണ്ട്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ റോമും എക്സ്റ്റേണൽ റോമും അവൈലബിൾ ആണ്. അപ്പോൾ എക്സ്റ്റേണൽ റാമും റോമും 8051 64K ആയിട്ട് ഉണ്ട്. സ്റ്റാക്ക് ഇൻറ്റേർണൽ റാമിൻ്റെ ഒരു പാർട്ടാണ് സ്റ്റാക്ക്. ഓക്കെ, ഇനി 8051 പ്രോഗ്രാം മെമ്മറിയുടെ അറേഞ്ച്മെൻറ്റാണ് നമ്മൾ പറയുന്നത്. 8051 കേസിൽ എക്സ്റ്റേണൽ ആക്സസ് എന്ന് പറയുന്ന ഒരു പിന്നുണ്ട്. ആ എക്സ്റ്റേണൽ ആക്സസ് എന്ന് പറയുന്ന പിൻ EA ബാർ, അതൊരു ആക്റ്റീവ് ലോ പിന്നാണ്. ആ പിൻ ലോ ആവുകയാണെങ്കിൽ, അതായത് ആ പിന്നിനെ നമ്മൾ ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ മുഴുവൻ ഇൻസ്ട്രക്ഷൻസും എക്സ്റ്റേണൽ 64K പ്രോഗ്രാം മെമ്മറിയിൽ നിന്നായിരിക്കും ഫെച്ച് ചെയ്യുന്നത്. അതായത് എക്സ്റ്റേണൽ ആക്സസ് എന്ന് പറയുന്ന പിൻ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്താൽ, അതായത് അത് ആക്റ്റീവ് ആയാൽ, അത് ആക്റ്റീവ് ലോ പിന്നാണ്. അതായത് അപ്പോൾ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുമ്പം അത് ആക്റ്റീവ് ലോ ആകുന്നു. അങ്ങനെയാണെങ്കിൽ മുഴുവൻ ഇൻസ്ട്രക്ഷൻസും ഫെച്ച് ചെയ്യുന്നത് എക്സ്റ്റേണൽ പ്രോഗ്രാം മെമ്മറിയിൽ നിന്നാണ്, എക്സ്റ്റേണൽ 64K പ്രോഗ്രാം മെമ്മറിയിൽ നിന്നാണ്. അതായത് 64K എന്ന് പറയുമ്പോൾ 0000 തൊട്ട് FFFF വരെയാണ്. ഇനി EA ബാർ എന്ന് പറയുന്ന പിൻ VCCയിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ 4 കിലോബൈറ്റ് ഇൻസ്ട്രക്ഷൻസ് ഇൻറ്റേർണൽ റോമിൽ നിന്നും അത് കഴിഞ്ഞിട്ട് എക്സീഡ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻസ് അടുത്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള 60K പ്രോഗ്രാം മെമ്മറിയിൽ നിന്ന് എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്നുമായിരിക്കും ഫെച്ച് ചെയ്യുന്നത്. അതായത് EA ബാർ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്താൽ മുഴുവൻ ഇൻസ്ട്രക്ഷൻസും എക്സ്റ്റേണൽ ആയിട്ടുള്ള 64Kയിൽ നിന്ന് ഫെച്ച് ചെയ്യും. EA ബാർ VCCയിൽ കണക്ട് ചെയ്താൽ 4K ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്നും അത് കഴിഞ്ഞിട്ട് എക്സീഡ് ചെയ്യുകയാണെങ്കിൽ, മെമ്മറി എക്സീഡ് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻ എക്സ്റ്റേണൽ ആയിട്ടുള്ള 60K പ്രോഗ്രാം മെമ്മറിയിൽ നിന്നുമാണ് ഫെച്ച് ചെയ്യുന്നത്. ഈ ഡയഗ്രത്തിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. EA ബാർ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യുന്നിടത്ത് പ്രോഗ്രാം മെമ്മറി 60K എന്നാണ്, അവിടെ 64K ആണ്. ക്ലിയർ ആണ്. അപ്പോൾ 8051 ഇൻറ്റേർണലായിട്ട് പ്രോഗ്രാം മെമ്മറി 4K ആണുള്ളത്, എക്സ്റ്റേണലായിട്ട് 60K. അപ്പോൾ ടോട്ടൽ 64K അവൈലബിൾ ആണ്. എക്സ്റ്റേണൽ ആക്സസ് എന്ന് പറയുന്ന പിൻ VCCയിൽ കണക്ട് ചെയ്താൽ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നത് 4K ഇൻറ്റേർണൽ പ്രോഗ്രാം മെമ്മറിയിൽ നിന്നായിരിക്കും ഇനിഷ്യലി ഫെച്ച് ചെയ്യുന്നത്. ആ ഇൻറ്റേർണൽ മെമ്മറിയുടെ ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ കൺട്രോള് ഔട്ടറിലുള്ള 60Kയിലേക്ക് പോകും. ഇനി EA ബാർ ഗ്രൗണ്ടിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ മുഴുവൻ ഇൻസ്ട്രക്ഷൻസും എക്സ്റ്റേണൽ ആയിട്ടുള്ള 64Kയിൽ നിന്നായിരിക്കും ഫെച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ 8051 പൈപ്പ് ലൈനിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൈപ്പ് ലൈനിങ് എന്ന് വെച്ചാൽ പ്രീവിയസ് ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ കറൻറ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യാനും ഡീകോഡ് ചെയ്യാനും നടക്കും. അതായത് പാരലലായിട്ട് പല ഇൻസ്ട്രക്ഷൻസും ഫെച്ചിങ്ങും ഡീകോഡിങ്ങും എക്സിക്യൂട്ടിങ്ങും സൈമിൾട്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ പാരലലായിട്ട് നടക്കുന്നു. അതായത് 8051 പൈപ്പ് ലൈനിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി ഡേറ്റ മെമ്മറിയെക്കുറിച്ചാണ് പറയുന്നത്.
805 ഡേറ്റ മെമ്മറി ഡേറ്റ അല്ലെങ്കിൽ ഓക്സിലറി വേരിയബിൾസിനെ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറിയാണ് ഡേറ്റ മെമ്മറി. അപ്പോൾ 805ൻ്റെ കേസിൽ 256 ബൈറ്റ് ഇൻറ്റേർണൽ ഡേറ്റ മെമ്മറിയാണ് ഉള്ളത്. എക്സ്റ്റേണലി 64K റാം ഉണ്ട്, ഇൻറ്റേർണലി 256 ബൈറ്റ് ഇൻറ്റേർണൽ ഡേറ്റ മെമ്മറിയാണ് ഉള്ളത്. ഈ 256 ഇൻറ്റേർണൽ ഡേറ്റ മെമ്മറി 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. 128 ബൈറ്റ് വെച്ച് 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ലോവർ 128 ബൈറ്റ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഡേറ്റ റാം എന്നാണ് അതിന് പറയുന്നത്. ഡേറ്റ മെമ്മറിക്ക് 2 പാർട്ടുണ്ട്. ഡേറ്റ റാം 128 ബൈറ്റ് ഡേറ്റ റാമും അപ്പർ 128 ബൈറ്റിന് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സുമാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോവർ 128 ബൈറ്റ് എന്ന് പറയുന്നത് 00 തൊട്ട് 7F വരെയാണ്. അപ്പർ 128 ബൈറ്റ് എന്ന് വെച്ചാൽ 7F കഴിഞ്ഞു, 7 കഴിഞ്ഞാൽ 8, F കഴിഞ്ഞാൽ 0, അപ്പോൾ 80 മുതൽ FF വരെ. അപ്പോൾ ടോട്ടൽ 256 ബൈറ്റ് ഡേറ്റ മെമ്മറി. അതിൽ ഡേറ്റ റാം 128 ബൈറ്റ്, 128 ബൈറ്റ് 00 തൊട്ട് 7F വരെ. അടുത്ത 128 ബൈറ്റ്, അതായത് 80 തൊട്ട് FF വരെ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സാണ്. എക്സ്റ്റേണൽ ഡേറ്റ മെമ്മറി ആക്സസ് ചെയ്യാൻ നമ്മൾ MOVEX എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനാണ് യൂസ് ചെയ്യുന്നത്. MOVEX എക്സ്റ്റേണൽ ആക്സസ് അതിന് വേണ്ടിയിട്ട് MOVEX ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ മെമ്മറിയുടെ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. 256 ബൈറ്റ് ഡേറ്റ മെമ്മറി. അതിൽ 128 ബൈറ്റ് എന്ന് പറയുന്നത് 00 തൊട്ട് 7F വരെയാണ്. അത് ഡേറ്റ റാം ആണ്. അത് കഴിഞ്ഞ് വരുന്ന 80 തൊട്ട് FF വരെ. അടുത്ത 128 അത് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സാണ്. എക്സ്റ്റേണലായിട്ട് എത്ര ഡേറ്റ റാം അവൈലബിൾ ആണ്? 64K. എക്സ്റ്റേണലായിട്ട് റോമും 64K ആണ്, റാമും എക്സ്റ്റേണലായിട്ട് 64K ആണ്. ഓക്കെ, ഇനി 805 ഇനി ഇൻറ്റേർണൽ റാമിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ പറയുന്നത്. 128 ബൈറ്റ് ഇൻറ്റേർണൽ റാമാണ്. അതിനെ 3 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ, 32 ബൈറ്റ് രജിസ്റ്റർ ബാങ്ക്. ആദ്യത്തെ പാർട്ട് 128 ബൈറ്റാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 32 ബൈറ്റ് രജിസ്റ്റർ ബാങ്ക് ഉണ്ട്. അപ്പോൾ അത് എവിടെ നിന്ന് തുടങ്ങും? 00 ഇനിഷ്യലി 00 തൊട്ട് 1F വരെയാണ് 32 ബൈറ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ആലോചിക്കുക, 00 തൊട്ട് 0F എന്ന് പറയുമ്പം 0F എന്ന് പറയുന്നത് എന്താണ്? എന്തിൻ്റെ ബൈനറിയാണ്? F എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 15 0 മുതൽ 15 വരെ അല്ലേ? 0F. 0 കഴിഞ്ഞ് ഇനി എന്തോ 1 ആണ്, F കഴിഞ്ഞ് 0. അപ്പോൾ 10 തൊട്ട് 1F വരെ അടുത്ത. അപ്പോൾ 32 ബൈറ്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 32 ബൈറ്റ് രജിസ്റ്റർ ബാങ്ക്. 00 തൊട്ട് 1F എന്ന അഡ്രസ്സ് മനസ്സിലായോ? 00 1F എങ്ങനെ വന്നെന്ന്? 00 തൊട്ട് 0F എന്ന് പറയുമ്പോൾ 0 മുതൽ 15 വരെ 16 ഇത് പോയി. ഇനി 0F കഴിഞ്ഞ് 0 കഴിഞ്ഞ് 1 ആണ്, F കഴിഞ്ഞ് 0 ആണ്. അപ്പോൾ 10 തൊട്ട് 1F വരെ അടുത്ത 16. അപ്പോൾ 32 ബൈറ്റ് രജിസ്റ്റർ ബാങ്ക് ഉണ്ട്. 16 ബൈറ്റ് ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ. 16 ബൈറ്റ് ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ. അപ്പോൾ 1F കഴിഞ്ഞിട്ടുള്ളതാണ്. 1F കഴിഞ്ഞാൽ 2, F കഴിഞ്ഞാൽ 1 കഴിഞ്ഞാൽ 2, F കഴിഞ്ഞാൽ 0. അപ്പോൾ 20 തൊട്ട് 2F വരെ അവിടെ 16 ബൈറ്റ് ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ. അതിൻ്റെ അഡ്രസ്സാണ് 20 തൊട്ട് 2F വരെ. ഇനി 2F കഴിഞ്ഞാൽ എന്താ? 3F കഴിഞ്ഞാൽ 0. അപ്പോൾ 30 തൊട്ട് 7F വരെ 80 ബൈറ്റ് സ്ക്രാച്ച് പാഡ് ഏരിയ. അപ്പോൾ ആകെ 128 ബൈറ്റ് ശരിയാകും. അതായത് 32 ബൈറ്റ് ജനറൽ പർപ്പസ് 32 ബൈറ്റ് രജിസ്റ്റർ ബാങ്ക്. ഓക്കെ, അത് കഴിഞ്ഞ് 16 ബൈറ്റ് ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ. അത് കഴിഞ്ഞ് 18 ബൈറ്റ് സ്ക്രാച്ച് പാഡ് ഏരിയ. അതായത് ജനറൽ പർപ്പസ് റാം ഏരിയ. സ്ക്രാച്ച് പാഡ് ഏരിയ എന്ന് വെച്ചാൽ റാം ഏരിയയാണ്. ഓക്കെ, ജനറൽ പർപ്പസ് റാം ഏരിയ. സ്റ്റാക്കൊക്കെ ആ ലൊക്കേഷനിലായിരിക്കും ഇത് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ 128 ബൈറ്റ്. 32 പ്ലസ് 16 പ്ലസ് 80. അപ്പോൾ 32 ബൈറ്റ് രജിസ്റ്റർ ബാങ്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആദ്യം പറയാം. ഇവിടെ ഇൻറ്റേർണൽ റാമിൻ്റെ സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്. 32 ബൈറ്റ് രജിസ്റ്റർ ബാങ്കാണ്. അതായത് 4 രജിസ്റ്റേഴ്സായിട്ടാണ് രജിസ്റ്റർ ബാങ്കിനെ തിരിച്ചിരിക്കുന്നത്. 32 ബൈറ്റിനെ 4 ബാങ്കായിട്ട് തിരിക്കും. ഒരു ബാങ്കിൽ 8 ബൈറ്റ് വെച്ച് 4 ബാങ്കായിട്ട് തിരിച്ചിട്ടുണ്ട്. ബാങ്ക് 0, രജിസ്റ്റർ ബാങ്ക് 0, രജിസ്റ്റർ ബാങ്ക് 1, രജിസ്റ്റർ ബാങ്ക് 2, രജിസ്റ്റർ ബാങ്ക് 3. അപ്പോൾ 32 ബൈറ്റ് കഴിഞ്ഞു. അതായത് 00 തൊട്ട് 1F വരെ. അപ്പോൾ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് 8 ബൈറ്റാണ്. അങ്ങനെ 4 ബാങ്ക് 8 ബൈറ്റ്. അപ്പോൾ 00 തൊട്ട് 07 വരെയാണ് രജിസ്റ്റർ ബാങ്ക് 0. 08 തൊട്ട് അടുത്ത 8 ബൈറ്റ് എന്ന് പറയുമ്പോൾ 0F വരും. അടുത്ത രജിസ്റ്റർ ബാങ്ക് 1 ആകും. 10 തൊട്ട് 17 വരെയാണ് രജിസ്റ്റർ ബാങ്ക് 2. 18 തൊട്ട് 1F വരെ രജിസ്റ്റർ ബാങ്ക് 3. അപ്പോൾ 32 ബൈറ്റ് രജിസ്റ്റർ ബാങ്കിനെ 4 ബാങ്കായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു ബാങ്കിൽ 8 ബൈറ്റാണ്. അതായത്
ഒരു ബാങ്കിൽ 8 രജിസ്റ്റേഴ്സ് ഉണ്ട്, R0 മുതൽ R7 വരെ. ഓരോ രജിസ്റ്റേഴ്സ് 8 ബിറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ 32 ബൈറ്റ് രജിസ്റ്റർ ബാങ്കിനെ കുറിച്ച് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാം. 4 രജിസ്റ്റർ ബാങ്കാണുള്ളത്. ബാങ്ക് 0, ബാങ്ക് 1, ബാങ്ക് 2, ബാങ്ക് 3. ഓരോ ബാങ്കിലും 8 രജിസ്റ്റേഴ്സ്, R0 മുതൽ R7 വരെ. അപ്പോൾ ടോട്ടൽ 32 രജിസ്റ്റേഴ്സാണ് ഉള്ളത്. ഡീഫോൾട്ടായിട്ട് നമ്മൾ രജിസ്റ്റേഴ്സ് സെലക്ട് ചെയ്തില്ലെങ്കിൽ ബാങ്ക് 0 ആണ് സെലക്ട് ആവുന്നത്. ഇനി രജിസ്റ്ററിനെ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറയുന്ന ഫ്ലാഗ് രജിസ്റ്ററിൽ 2 ബിറ്റുണ്ട്, RS1ഉം RS0യും. അപ്പം 32 ബൈറ്റ് രജിസ്റ്റർ ബാങ്ക് 4 ബൈറ്റായിട്ട് തിരിച്ചിട്ടുണ്ട്, 4 ബാങ്കായിട്ട് തിരിച്ചിട്ടുണ്ട്. ബാങ്ക് 0, ബാങ്ക് 1, ബാങ്ക് 2, ബാങ്ക് 3. ആദ്യത്തെ ബാങ്ക് 00 തൊട്ട് 07 വരെയാണ്, അപ്പോൾ 8 ബൈറ്റ് പോയി. 08 തൊട്ട് 0F വരെ അടുത്തത് 10 തൊട്ട് 17 വരെ, അടുത്ത് 18 തൊട്ട് 1F വരെ. അപ്പം 4 ബാങ്കുകളുണ്ട്. ഓരോ ബാങ്കിലും 8 രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓരോ രജിസ്റ്റേഴ്സും 8 ബിറ്റ് വെച്ചിട്ടാണ്. ഡീഫോൾട്ടായിട്ട് ബാങ്ക് 0 ആണ് നമ്മൾക്ക് സെലക്റ്റഡ് ആവുന്നത്. ഇനി രജിസ്റ്റർ ബാങ്കുകളെ സെലക്ട് ചെയ്യണം. എനിക്കിപ്പോൾ ബാങ്ക് 3 ആണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന ഫ്ലാഗ് രജിസ്റ്ററിലെ RS1, RS0 ഈ 2 ബിറ്റുകളാണ് ബാങ്കിനെ സെലക്ട് ചെയ്യുന്നത്. ബാങ്ക് സെലക്ഷൻ ബിറ്റുകളാണ് RS1ഉം RS0യും. അത് 00 ആക്കി വെച്ചാൽ ബാങ്ക് 0 സെലക്റ്റഡ് ആവും. 01 ആണെങ്കിൽ ബാങ്ക് 1 സെലക്റ്റഡ് ആവും. 10 ആണെങ്കിൽ ബാങ്ക് 2 സെലക്റ്റഡ് ആവും. 11 ആണെങ്കിൽ ബാങ്ക് 3 സെലക്റ്റഡ് ആവും. അതായത് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡിലെ 2 ബിറ്റുകളാണ് RS1ഉം RS0യും. ആ 2 ബിറ്റുകളാണ് രജിസ്റ്റർ ബാങ്കുകളെ സെലക്ട് ചെയ്യുന്നത്. അത് 00 ആണെങ്കിൽ ബാങ്ക് 0 സെലക്റ്റഡ് ആയി, 01 ആണെങ്കിൽ ബാങ്ക് 1, 10 ആണെങ്കിൽ ബാങ്ക് 2, 11 ആണെങ്കിൽ ബാങ്ക് 3. ഡീഫോൾട്ടായിട്ട് ബാങ്ക് 0 ആണ്. നമ്മൾ പറഞ്ഞിട്ടില്ല എങ്കിൽ ബാങ്ക് 0 ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന ഫ്ലാഗ് രജിസ്റ്ററിലെ 2 ബിറ്റുകളായ RS1ഉം RS0യുമാണ് രജിസ്റ്റർ ബാങ്കിനെ സെലക്ട് ചെയ്യുന്നത്. 8051ൽ 32 ബൈറ്റ് രജിസ്റ്റർ ബാങ്കാണ് ഉള്ളത്. അതിന് 4 ബാങ്കായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ ബാങ്കിലും 8 രജിസ്റ്റേഴ്സ്, ഓരോ രജിസ്റ്റേഴ്സും 8 ബിറ്റാണ്. ഡീഫോൾട്ടായിട്ട് ബാങ്ക് 0 ആണ്. RS1ഉം RS0 ബിറ്റുമാണ് ബാങ്കുകളെ സെലക്ട് ചെയ്യുന്നത്. അത്രയും കാര്യങ്ങളാണ് രജിസ്റ്റർ ബാങ്കിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് 128 ബൈറ്റ് റാമിൻ്റെ ആദ്യത്തെ പാർട്ടാണ് രജിസ്റ്റർ ബാങ്ക്. ഇനി അടുത്ത പാർട്ട്, സെക്കൻഡ് പാർട്ടാണ് 16 ബൈറ്റ് ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ. 16 ബൈറ്റ് ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ. രജിസ്റ്റർ ബാങ്ക് 00 തൊട്ട് 1F വരെ കഴിഞ്ഞു. ഇനി അപ്പോൾ 20, 1 കഴിഞ്ഞാൽ 2, F കഴിഞ്ഞാൽ 0. അപ്പോൾ 20 തൊട്ട് 2F വരെയാണ് 16 ബൈറ്റ് ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ എന്ന് പറയുന്നത്. ഇതിലെ ഈ ബിറ്റ് അഡ്രസ്സബിൾ ഏരിയയിലെ ഓരോ ബിറ്റിനും ഒരു അഡ്രസ്സബിളാണ്. ഓരോ ബിറ്റും അഡ്രസ്സബിളാണ്. അതായത് എവരി ബിറ്റ് ഇൻ ദിസ് ഏരിയ ഹാസ് ഇറ്റ്സ് ഓൺ അഡ്രസ്സ്. ഓരോ ബിറ്റിനും അതിൻ്റേതായ അഡ്രസ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ 16 ബൈറ്റ് ആയതുകൊണ്ട് എത്ര അഡ്രസ്സബിൾ ബിറ്റ്സ് അവൈലബിൾ ആയിരിക്കും? 2 ഇതിനകത്ത് 16 ബൈറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 128 ബിറ്റ്സ് ആർ അവൈലബിൾ ഫോർ യൂസർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ നമ്മൾ പറയാം. ഇതാണ് ഒരു ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ. ഇതിനകത്ത് 20 എന്ന് പറയുന്ന ബൈറ്റ് അഡ്രസ്സിൽ ഓരോ ബിറ്റുകളും LSB എന്താണ്? 00 ആണ്. അതിൻ്റെ MSB 07 ആണ്. 20 എന്ന ബൈറ്റ് അഡ്രസ്സിൻ്റെ LSB 00യും MSB 07ഉമാണ്. അതിൽ ഇൻഡിവിജ്വലായിട്ടുള്ള ഓരോ ലൊക്കേഷനും ഒരു അഡ്രസ്സുണ്ട്. ഓരോ ലൊക്കേഷനും ഇറ്റ്സ് ഓൺ ബിറ്റ് അഡ്രസ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ നോക്കി 2F എന്ന് പറയുന്ന ബൈറ്റ് അഡ്രസ്സിൻ്റെ LSB പൊസിഷൻ്റെ അഡ്രസ്സ് 78 ആണ്. MSB പൊസിഷൻ്റെ അഡ്രസ്സ് എന്താണ്? 7F ആണ്. ഓക്കെ, അതായത് അഡ്രസ് റേഞ്ച് എന്ന് പറയുന്നത് 00 തൊട്ട്, അതായത് 20, അതായത് 20 എന്ന് പറയുന്ന ബൈറ്റ് അഡ്രസ്സിൻ്റെ അഡ്രസ്സബിൾ ഏരിയ എന്ന് പറയുന്നത് 00 തൊട്ട് എവിടെ വരെയാണ്? 07 വരെയാണ്. ഓക്കെ, അടുത്തതിൻ്റെ എന്താണ്? 2Fൻ്റെ എവിടെ നിന്ന് തൊട്ടാണ്? 78 തൊട്ട് 7F വരെയാണ്. അപ്പോൾ ഈ ഏരിയ സാധാരണയായിട്ട് വേരിയബിളുകളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 16 ബൈറ്റ് ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ എന്ന് വെച്ചാൽ ഇൻ ദിസ് ഏരിയ ഓഫ് റാം, ഇത് റാമിൻ്റെ ഒരു പാർട്ടാണല്ലോ, എവരി ബിറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ അഡ്രസ്.
ഓരോ ബിറ്റിനും സ്വന്തമായി അഡ്രസ്സുണ്ട്. എവിടെ നിന്ന് തൊട്ട് എവിടെ വരെ? കാര്യം ഇവിടെ 16 ബൈറ്റാണ് ഉള്ളത്. അപ്പോൾ 128 അഡ്രസ്സബിൾ ബിറ്റ് പോസിബിളാണ്. 00 തൊട്ട് 7F വരെ. 00 തൊട്ട് 7F വരെ കാണിച്ചിട്ടുണ്ടെന്ന് നോക്കി. ഓരോ ലൊക്കേഷനും സ്വന്തമായ അഡ്രസ്സുണ്ട്. 20 എന്ന് പറയുന്ന ബൈറ്റ് അഡ്രസ്സിൻ്റെ ആദ്യത്തെ ലൊക്കേഷൻ 00, അടുത്തത് 01, അങ്ങനെ 07 വരെ. അങ്ങനെ 16 ബൈറ്റ് അഡ്രസ്സിന് 128 അഡ്രസ്സബിൾ ബിറ്റ്സ് പോസിബിളാണ്. ഈ ഏരിയ വേരിയബിൾസിനെ സ്റ്റോർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇനി 128 ബൈറ്റിൽ 32 ബൈറ്റ് രജിസ്റ്റർ ബാങ്ക് കഴിഞ്ഞു, 16 ബൈറ്റ് ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ കഴിഞ്ഞു. ഇനി 80 ബൈറ്റ് എന്താണ്? ജനറൽ പർപ്പസ് റാം ഏരിയയാണ്. ജനറൽ പർപ്പസ് റാം ഏരിയ. അപ്പോൾ അത് 2F അവിടെ കഴിഞ്ഞു. 30 തൊട്ട് 7F വരെയാണ് 80 ബൈറ്റ്. 30 തൊട്ട് 7F. അപ്പോൾ ഇത് സ്റ്റാക്കായിട്ട് ഈ ഏരിയ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സ്റ്റാക്ക് ഈ ഏരിയയിലാണ് നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഫാസ്റ്റ് അരിത്തമാറ്റിക് കമ്പ്യൂട്ടേഷൻസിന് ആവശ്യമായ വേരിയബിൾസും ഇവിടെ സ്റ്റോർ ചെയ്യാറുണ്ട്. ഫാസ്റ്റ് അരിത്തമാറ്റിക് കമ്പ്യൂട്ടേഷൻസിന് ആവശ്യമായ വേരിയബിൾസ് സ്റ്റോർ ചെയ്യുന്ന ഏരിയയാണ്. ഇനി 8051 കേസിൽ 21 സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സാണ് ഉള്ളത്. ആ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് 80F തൊട്ട് FF വരെയാണ്. ആകെ ഡേറ്റ മെമ്മറി 256 ബൈറ്റാണ്. അതിൽ 128 ബൈറ്റ് റാമാണ്. ആ 128 ബൈറ്റ് എന്ന് വെച്ചാൽ 32 ബൈറ്റ് രജിസ്റ്റർ ബാങ്ക്, 16 ബൈറ്റ് ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ, 80 ബൈറ്റ് ജനറൽ പർപ്പസ് റാം ഏരിയ. അത് കഴിഞ്ഞു. 00 തൊട്ട് 7F വരെ കഴിഞ്ഞു. ഇനി അടുത്ത 128 ബൈറ്റ് ഉണ്ടല്ലോ, 256 അടുത്ത 128 ബൈറ്റ്, അതായത് 80 തൊട്ട് FF വരെ. അവിടെ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് സ്റ്റോർ ചെയ്യാനുള്ളതാണ്. 21 സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സാണ് നമുക്കവിടെ ഉള്ളത്. ഓക്കെ, സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് അക്യുമുലേറ്റർ ആകാം, ബി രജിസ്റ്റർ ആകാം, ഇൻട്രപ്റ്റ് ഇനേബിൾ രജിസ്റ്റർ ആകാം, ഇൻട്രപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്റർ ആകാം, ഡേറ്റ പോയിൻ്റർ ആകാം, സ്റ്റാക്ക് പോയിൻ്റർ ആകാം, ഇതൊക്കെ ആകാം. ഓക്കെ, അപ്പോൾ അപ്പർ 128 ബൈറ്റ് ഓഫ് റാം ആക്സസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആക്സസ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആക്സസ് ചെയ്യാൻ ഡയറക്റ്റ് അഡ്രസ്സിംഗ്, അതായത് നേരിട്ട് ആ രജിസ്റ്ററിൻ്റെ അഡ്രസ്സാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ മെമ്മറി ഓർഗനൈസേഷനിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഹാർവാർഡ് ആർക്കിടെക്ചറാണ്. പ്രോഗ്രാം മെമ്മറി, ഡേറ്റ മെമ്മറി സെപ്പറേറ്റ് ആണ്, അത് ഓർക്കുക. പ്രോഗ്രാം മെമ്മറി പ്രോഗ്രാം കോഡിനെ സ്റ്റോർ ചെയ്യാനും, ഡേറ്റ മെമ്മറി റാമിനെ സ്റ്റോർ ചെയ്യാനും, ഡേറ്റയെ സ്റ്റോർ ചെയ്യാനുമാണ്. പിന്നെ എക്സ്റ്റേണൽ ആക്സസ് എന്ന് പറയുന്ന പിന്ന് ഗ്രൗണ്ടിൽ കണക്ട് ചെയ്താൽ മുഴുവൻ ഇൻസ്ട്രക്ഷൻസും എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്നാണ് എടുക്കുന്നത്. VCCയിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ 4K ഇൻറ്റേർണൽ മെമ്മറിയും അടുത്ത 60K എക്സ്റ്റേണൽ മെമ്മറിയിൽ നിന്നുമാണ് എടുക്കുന്നത്. ഓക്കെ, 8051 കേസിൽ പ്രോഗ്രാം മെമ്മറിയും ഡേറ്റ മെമ്മറിയും എക്സ്റ്റേണൽ റോമും, അതായത് എക്സ്റ്റേണൽ റോമും എക്സ്റ്റേണൽ റാമും 64K ആണ് ഉള്ളത്. എക്സ്റ്റേണൽ റാമും എക്സ്റ്റേണൽ റോമും 64K അവൈലബിൾ ആണ്. ഓക്കെ, ഇൻറ്റേർണൽ റാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ റാം എന്ന് പറയുന്നത് 128 ബൈറ്റേ ഉള്ളൂ. അതുപോലെ തന്നെ ഇൻറ്റേർണൽ റോം 4K ഉള്ളൂ. പക്ഷേ രണ്ടും എക്സ്റ്റേണലി 64K അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഡേറ്റ മെമ്മറിയെക്കുറിച്ചാണ് പറയുന്നത്. ടോട്ടൽ ഡേറ്റ മെമ്മറി 256 ബൈറ്റാണ്. അതിന് 2 പാർട്ടുണ്ട്. 128 ബൈറ്റ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ റാമും അടുത്ത 128 ബൈറ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററുമാണ്. ഇൻറ്റേർണൽ റാം 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 32 ബൈറ്റ് രജിസ്റ്റർ ബാങ്ക്, 16 ബൈറ്റ് ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ, 80 ബൈറ്റ് ജനറൽ പർപ്പസ് ഏരിയ. രജിസ്റ്റർ ബാങ്ക് 32 ബൈറ്റ് രജിസ്റ്റർ ബാങ്കിനെ 4 ബാങ്കായിട്ട് തിരിച്ചിട്ടുണ്ട്. ബാങ്ക് 0, ബാങ്ക് 1, ബാങ്ക് 2, ബാങ്ക് 3. ഓരോ ബാങ്കിലും 8 രജിസ്റ്റേഴ്സ്, R0 മുതൽ R7 വരെ. ഓരോ രജിസ്റ്റേഴ്സും 8 ബിറ്റ് വെച്ചിട്ടാണ്. ഡീഫോൾട്ടായിട്ട് ബാങ്ക് 0 ആണ് സെലക്റ്റഡ് ആവുന്നത്. ബാങ്കുകളെ സെലക്ട് ചെയ്യാനായിട്ട് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറയുന്ന ഫ്ലാഗ് രജിസ്റ്ററിലെ RS1 ബിറ്റും RS0 ബിറ്റുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡീഫോൾട്ടായിട്ട് ബാങ്ക് 0 ആണ് സെലക്റ്റഡ് ആവുന്നത്. ഇനി 16 ബൈറ്റ് ബിറ്റ് അഡ്രസ്സബിൾ ഏരിയയാണ്. ഈ ബിറ്റ് അഡ്രസ്സബിൾ ഏരിയയിൽ എവരി ബിറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ അഡ്രസ്സ്. ഓരോ ബിറ്റിനും സ്വന്തമായ അഡ്രസ്സുണ്ട്. ആ ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ എന്ന് പറയുന്നത് എവിടെ നിന്ന് തൊട്ട് എവിടെ വരെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? 00 തൊട്ട് 1F വരെ നമ്മൾ കഴിഞ്ഞു. ഇനി 20 മുതൽ 2F വരെ. അപ്പോൾ 20 മുതൽ 2F വരെയുള്ള ബൈറ്റ് അഡ്രസ്സബിൾ ഏരിയയിൽ
ഓരോ ബിറ്റിനും സ്വന്തമായ അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സ് 00 തൊട്ട് 7F വരെ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതെന്ന് പറയുന്നത് 80 ബൈറ്റ് ജനറൽ പർപ്പസ് റാം ഏരിയയാണ്. 30 തൊട്ട് 7F വരെ. ഇവിടെയാണ് നമ്മുടെ സ്റ്റാക്ക്. സ്റ്റാക്ക് ഈസ് എ പോർഷൻ ഓഫ് ഇൻറ്റേർണൽ റാം. അവിടെ നമുക്ക് സ്റ്റാക്ക് പറയാം. അടുത്തത് സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്ററാണ്. അതായത് 7F കഴിഞ്ഞ് 80 തൊട്ട് FF വരെ 21 സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സാണ് റാമിലുള്ളത്. ഡേറ്റ പോയിൻ്റ്, പ്രോഗ്രാം കൗണ്ടർ, സ്റ്റാക്ക് പോയിൻ്റർ, അക്യുമുലേറ്റർ, ഇൻറ്ററപ്റ്റ് എനേബിൾ രജിസ്റ്റർ, TCON രജിസ്റ്റർ, PCON, SCON, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സ് ഈ ഏരിയയിലാണ് സ്റ്റോർ ചെയ്യുന്നത്.